English class. ഈ കാണുന്ന ആ രണ്ട് ഭാഗത്തുണ്ട്. Yes, good morning. Good morning, sir. Good morning, sir. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ടെൻസ് റിവിഷൻ ആണ്. ഓക്കെ, നമുക്ക് ഇന്ന് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് പ്രയോഗങ്ങൾ, ചില പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വാക്യങ്ങൾ ഉണ്ടാക്കാം. പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലൊന്നാമത്തെ കൺജങ്ഷൻസ് എന്നാണ് ഇതിന് പറയണത്. പക്ഷെ നമ്മൾ നോർമലി എയ്തർ ഓർ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള വാക്യങ്ങൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ഓൾദോ വരെ. ഓൾദോ വരെ അല്ലേ പറഞ്ഞോളൂ. എയ്തർ ഓർ പറഞ്ഞോ? അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എയ്തർ ഓർ നോക്കാം. എയ്തർ ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതോ അല്ലെങ്കിൽ അതോ. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്. നമ്മൾ പറയാറുണ്ട്, ഇപ്പോ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഉടനെ പാകിസ്ഥാൻ സന്ദർശിക്കും. നോക്കൂ, സാധാരണ മലയാളത്തിൽ നമ്മൾ പറയുന്ന ഒരു വാക്യമാണ് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇവരിൽ രണ്ട് ആളുകളിൽ ആരെങ്കിലും ഒരാൾ ഉടൻ പാകിസ്ഥാൻ സന്ദർശിക്കും. ഈ ആശയം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ അവതരിപ്പിക്കും? ഇവിടെ എയ്തർ ഓർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വാക്യം പറയേണ്ടത്. ഇവിടെ നോക്കാം, പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ ഇവരിൽ ആരെങ്കിലും ഒരാൾ. ഇപ്പൊ നമ്മള് ആദ്യം തന്നെ നിങ്ങൾ എയ്തർ എന്ന് ഉപയോഗിക്കാം. എയ്തർ കഴിഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രി, അതായത് എയ്തർ ദ പ്രൈം മിനിസ്റ്റർ. അതിനുശേഷം ഓർ ദ ഹോം മിനിസ്റ്റർ. ഹോം മിനിസ്റ്റർ എന്നുള്ളതിനും ആഭ്യന്തരമന്ത്രി അല്ലേ? എയ്തർ ദ പ്രൈം മിനിസ്റ്റർ ഓർ ദ ഹോം മിനിസ്റ്റർ സന്ദർശിക്കും. ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? അതായത് നമ്മൾ ഇത്രയും നാൾ പഠിച്ച ടെൻസുകൾ കൂടി നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രയോഗത്തെ കുറിച്ച് ആദ്യം പറയുന്നത്. നമുക്ക് ടെൻസ് വീണ്ടും ഒരു റിവിഷൻ നടത്താം. അപ്പോഴാണ് കൂടുതൽ വാക്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എയ്തർ ദ പ്രൈം മിനിസ്റ്റർ ഓർ the home minister. പിന്നെ അടുത്ത് നിങ്ങൾ എങ്ങനെ എഴുതും? പാകിസ്ഥാൻ. ഉടനെ എന്നർത്ഥം കിട്ടാൻ എന്ത് ചെയ്യും? സൂൺ. അപ്പൊ ആ വാക്യം ഒന്ന് വേഗത്തിൽ പറഞ്ഞു നോക്കിയേ. Neither the prime minister nor the home minister. Either the prime minister or the home minister or will visit Pakistan soon. Yes, will visit Pakistan soon. നിങ്ങൾ ശ്രദ്ധിക്കുക, എയ്തർ ഉപയോഗിക്കുന്ന വാക്യത്തിന് ഒരു ഘടനയുണ്ട്. അതിന്റെ ഫോർമുല ഇതാണ്. എയ്തർ എന്ന് ആദ്യം ഇവിടെ ഉപയോഗിക്കാം, പ്ലസ് ഒരു നൗൺ ഉണ്ടോ? എയ്തർ ആൻഡ് പ്രൈം മിനിസ്റ്റർ എന്ന നൗണാണ് നമ്മൾ ഉപയോഗിച്ചത്. പ്ലസ് ഓർ പ്ലസ് അടുത്ത നൗൺ. നോക്കാം, വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണോ അവയെ തമ്മിലാണ് എയ്തർ ഓർ കൊണ്ട് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്. ഇപ്പൊ പ്രൈം മിനിസ്റ്റർ അതുപോലെ ഹോം മിനിസ്റ്റർ ഇത് രണ്ടും ഡിഫറെന്റ് വേർഡ്സ് ആണ്. അവയെ തമ്മിലാണ് എയ്തർ ഓർ കൊണ്ട് കൂട്ടിച്ചേർക്കേണ്ടത്. അപ്പൊ ആദ്യം നിങ്ങൾ എയ്തർ പ്ലസ് നൗൺ പ്ലസ് ഓർ
അതിനുശേഷം അടുത്ത നൗൺ. നെക്സ്റ്റ് വെർബ്, ക്രിയ. അത് ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ വിൽ ഓർ ഷാൽ ഉണ്ടായിരിക്കും. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡു, ഡസ്, ഡിഡ്. അത് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. പ്ലസ് ഓബ്ജക്ട്സ്. ആ വാക്യത്തിന്റെ ഘടന ശ്രദ്ധിക്കാനുള്ള എയ്തർ പ്ലസ് നൗൺ പ്ലസ് ഓർ പ്ലസ് വീണ്ടും അടുത്തൊരു നൗൺ പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്ട്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ വാക്യത്തില് നോക്കാം, രണ്ട് നൗൺസ് ഏതൊക്കെയാണ്? പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ അല്ലെ? അതുപോലെ വെർബ് ഏതാണ് പ്രിയ? നമ്മൾ വിസിറ്റ് എന്ന് മാത്രം പറയരുത്, വിൽ വിസിറ്റ് ആണ് അവിടുത്തെ ക്രിയ. ഓബ്ജക്റ്റ് ഏതാണ്? ഓബ്ജക്റ്റ് പാകിസ്ഥാൻ. അപ്പൊ നോക്കാം, ഇനി അടുത്താണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കാം. അടുത്ത എക്സാമ്പിൾ പറയാം, നോക്കാം. ഇനി വെർബ് ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാനൊരു മലയാളത്തിൽ വാക്യം പറയാണ്. വാക്യം ഇതാണ്: ഞങ്ങൾ ഡിസംബറിലോ ജനുവരിയിലോ പണം അയക്കും. ഞങ്ങൾ ഡിസംബറിലോ ജനുവരിയിലോ പണം അയക്കും. ഈ വാക്യം എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം? We will send money either send money either in December. or in മാസങ്ങളുടെ പേരിന് മുന്നിൽ ഇൻ എന്ന് ഉപയോഗിക്കണം. പറയും സഫിയ, പറയും. We will send the money either in December or in January. വെരി ഗുഡ്. ഉണ്ടോ? അതുപോലെ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം എന്താണ്? എയ്തർ ഓർ സെന്റൻസിന്റെ അവസാനമാണ് നമ്മൾ ഉപയോഗിച്ചത്. അതുപോലെ ആദ്യത്തെ വാക്യത്തില് എയ്തർ ഓർ സെന്റൻസിന്റെ ആദ്യമാണ് ഉപയോഗിച്ചത്. അപ്പൊ എയ്തർ ഓർ ഇങ്ങനെ സെന്റൻസിന്റെ ആദ്യ ഭാഗത്ത് ഉപയോഗിക്കാം, സെന്റൻസിന്റെ അവസാന ഭാഗത്ത് നമുക്ക് ഉപയോഗിക്കാം. സാഹചര്യം നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോ ഇപ്പൊ പറഞ്ഞ വാക്യത്തിനും ഒരു ഘടനയുണ്ട്. എന്താണ് ആ ഘടന? സബ്ജക്ട് പ്ലസ് വെർബ്. കണ്ടോ? സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് എയ്തർ. എയ്തർ കഴിഞ്ഞാൽ അടുത്ത ഒരു ഓബ്ജക്റ്റ് എഴുതാം, അതിനുശേഷം ഓർ എന്ന് എഴുതാം, പിന്നെ അടുത്ത ഓബ്ജക്റ്റ് എഴുതാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വാക്യത്തില് സബ്ജക്റ്റ് ഏതാണ്? We will send money either in December or in January. അത് സബ്ജക്റ്റ് ഏതാണ്? We. Verb will send. എയ്തറിന് ശേഷം നമ്മൾ ഉപയോഗിച്ച അടുത്ത ഒരു നൗണാണ് ഇത്, ഡിസംബർ. ഓബ്ജക്റ്റിന് ശേഷം ഓർ എന്നതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച അടുത്ത ഒരു ഓബ്ജക്റ്റ് ആണ് ജാനുവരി. ആ സെന്റൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. സബ്ജക്ട് പ്ലസ് വെർബ് വിൽ സെൻഡ് എന്നുള്ളതാണ് വെർബ്. അതിനുശേഷം എയ്തർ പ്ലസ് ഓബ്ജക്ട് പ്ലസ് ഓർ പ്ലസ് വീണ്ടും അടുത്ത ഓബ്ജക്ട്. അവിടെ രണ്ട് വ്യത്യസ്തമായ ഓബ്ജക്ട്സിനെ തമ്മിലാണ് എയ്തർ ഓർ കൊണ്ട് നമ്മൾ കൂട്ടിച്ചേർക്കും. അപ്പം എയ്തർ ഓർ സബ്ജക്റ്റുകളെ തമ്മിൽ ചേർക്കാൻ ഉപയോഗിക്കാം, ഓബ്ജക്ട്സിനെ തമ്മിൽ ചേർക്കാൻ ഉപയോഗിക്കാം. ഞാൻ എക്സാമ്പിൾ നിങ്ങളോട് അടുത്തായിട്ട് കുറച്ച് പറയേണ്ടത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് സ്വയം എക്സാമ്പിൾ ഉണ്ടാക്കിയിട്ട് പറയണം എന്നുള്ളതാണ്. അത് വരട്ടെ, ഞാൻ ഇതിന്റെ പ്രയോഗം പറഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു ഇന്ററാക്ഷൻ നടത്താം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയണം. അവൻ നല്ലവനോ ചീത്തയോ ആണ്.
എന്ന് നമുക്ക് പറയണം. അവൻ നല്ലവനോ ചീത്തയോ ആണ്. Is neither He's is neither good either EITHER ആണ് സ്മിത, നെയ്തർ അല്ല, either EITHER. He's either good or bad. or bad. ഇവിടെ നോക്കാം നിങ്ങള്, ഇവിടെയും വാക്യത്തിന്റെ ഘടന നോക്കിയേ. ആദ്യം സബ്ജക്ട്, പിന്നെ ആം, ഈസ്, ആർ, വാസ്, വർ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അടുത്തതായി പ്ലസ് എയ്തർ. എയ്തറിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഗുഡ് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. പ്ലസ് ഓർ, അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചത് വീണ്ടും ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പോ രണ്ട് അഡ്ജക്റ്റീവ്സിനെ തമ്മിൽ ചേർക്കാനും നമുക്ക് എയ്തർ ഓർ ഉപയോഗിക്കാം. ഈസ് എയ്തർ ഗുഡ് ഓർ ബാഡ്. അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ ഒന്ന് എഴുതി വെക്കണതല്ലായിരിക്കാം. എന്തോ സ്ട്രക്ചർ ഒന്ന് പറയാമോ സാറേ? ഏതാ ഈ സ്ട്രക്ചർ ഒന്നോടെ ഒന്ന് പറയാമോ? ഇതിന്റെ സ്ട്രക്ചർ അല്ലേ ലാസ്റ്റ് പറഞ്ഞല്ലേ? അതായത് നമ്മൾ അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുമ്പോ ഈ സ്ട്രക്ചറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുമ്പോ സബ്ജക്ട് പ്ലസ് ഈസ്, ആർ, വാസ്, വർ ഇതിലേതെങ്കിലും ഒന്നും. സാഹചര്യം പോലെ അർത്ഥം എന്ത് അർത്ഥമാണോ നമുക്ക് ലഭിക്കേണ്ടത് അതിനെ ആശ്രയിച്ചിട്ടാണ് ആം, ഈസ്, ആർ, വാസ്, വർ എന്നൊക്കെ ഉപയോഗിക്കേണ്ടത്. പ്ലസ് എയ്തർ EITHER പ്ലസ് ഒരു അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് എഴുതിയാൽ മതി. അഡ്ജക്റ്റീവ്, അതിനുശേഷം ഓർ, പ്ലസ് വീണ്ടും ഒരു അഡ്ജക്റ്റീവ്. അപ്പോ here in this sentence either or is used to connect to adjectives, but in the first sentence we used either or to connect to subjects, and in the second sentence either or is used to connect to objects. അപ്പൊ either or ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നണം. നമ്മൾ അതിനെ കുറച്ച് എക്സാമ്പിൾ ആണ് നമ്മൾ പറയേണ്ടത്. ഞാൻ നിങ്ങളോട് മലയാളത്തിൽ എക്സാമ്പിൾ പറയും. നിങ്ങൾ either or ഉപയോഗിച്ചിട്ട് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയണം. സാവധാനം ചെയ്താൽ മതി. നോക്കാം. എലക്ഷൻ വരാൻ പോകുന്നില്ല. അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്, LDFO UDFO ഇലക്ഷനിൽ വിജയിക്കും. LDFO UDFO ഇലക്ഷനിൽ വിജയിക്കും അല്ലെങ്കിൽ ഇലക്ഷൻ നേടും. ഇലക്ഷനിൽ വിജയിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ശൈലി വിൻ ദ ഇലക്ഷൻ എന്നാണ്. സക്സീഡ് ഇൻ ദ ഇലക്ഷൻ എന്നല്ല, വിൻ ദ ഇലക്ഷൻ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ വാക്യം ഇംഗ്ലീഷിൽ പറയും? ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള നൗൺസ്, സബ്ജക്ട്സ് LDF ആൻഡ് UDF ആണ്. Either LDF nor UDF വിജയിക്കും. win the election. Either the UDF or the LDF will win the election. വിജയിക്കും എന്നല്ലേ നമുക്ക് പറയേണ്ടത്. അപ്പൊ ഉപയോഗിക്കേണ്ട സബ്ജക്റ്റ് ഉപയോഗിക്കേണ്ട വെർബ് ഫ്യൂച്ചർ ടെൻസിലെ വെർബായിരിക്കണം. വിൽ എന്നുണ്ടായിരിക്കണം. നോക്കാം. ഇപ്പൊ സ്മിതയോ അല്ലെങ്കിൽ ജൂണിയോ ഓസ്ട്രേലിയക്ക് പോകും. Either Smita or Juni will go to Australia. വെരി ഗുഡ്. അപ്പൊ നമുക്ക് പ്രോഗ്രസ് ഉണ്ട് കാര്യത്തില്. ഇന്ത്യക്കോ പാകിസ്ഥാനോ ചാമ്പ്യൻഷിപ്പ് ലഭിക്കും.
Either India or India or Pakistan will win the will get the championship. will get the championship. Either India or Pakistan will get the championship. അല്ലേ? നോക്കാം. അപ്പൊ ഇവിടെ വില്ല് ഉപയോഗിച്ചുകൊണ്ടും നമ്മള് ഫ്യൂച്ചർ ടെൻസിലെ വാക്യങ്ങളാണ് ഇപ്പൊ എയ്തർ ഓർ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വാക്യം വേണമെങ്കിലും ഇതുപോലെ പറയാവുന്നതാണ്. ഇപ്പോ ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഷിനുവോ സഫിയയോ ക്യാപ്റ്റൻ ആവുമോ? എന്താണ്? ഷിനുവോ സഫിയയോ ക്യാപ്റ്റൻ ആവും, അല്ലെങ്കിൽ ക്യാപ്റ്റനായി മാറും. നമ്മൾ എങ്ങനെ പറയും? Either Shinu or Safia will be the captain. Either Shinu or Safia will become the captain. സഫിയ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? നിങ്ങൾ എല്ലാവരും പറയാം. ഈ രീതിയിലാണ് നമ്മൾ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇപ്പൊ either or വെച്ചും കൊണ്ടുള്ള സെന്റൻസ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ഇങ്ങനെ ധാരാളം പ്രയോഗങ്ങളുണ്ട്. അപ്പോ നിങ്ങൾ ആരെങ്കിലും ഒരാളൊരു എക്സാമ്പിൾ പറയാമോ? സഫിയ ഈ പറയാൻ പറ്റുമെങ്കിൽ പറയാം. Either Ramu or Raju will pass the exam. യെസ്, രാമുവോ രാജുവോ പരീക്ഷ പാസ്സാവും, അല്ലേ? നോക്കാം. റഷ്യയോ അമേരിക്കയോ ആയുധങ്ങൾ സപ്ലൈ ചെയ്യും. നമ്മൾ ഏതെങ്കിലും ഒരു ടെൻസിൽ മാത്രം പഠിക്കാം, അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് വരാം. സമയമെടുക്കുവാന്. റഷ്യയോ അമേരിക്കയോ ആയുധങ്ങൾ സപ്ലൈ ചെയ്യും. Either Russia or America will supply weapons. Yes, either Russia or America will supply weapons. ആയുധങ്ങൾ എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് വെപ്പൺസ്, WEAPONS. അപ്പോ ഇപ്പൊ നമ്മള് സബ്ജക്ട്സിനെ തമ്മിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ either or ഉപയോഗിച്ചത്. ഇങ്ങനത്തെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ കൂടി നിങ്ങളോട് പറയണം, അതിന് ശേഷം അടുത്തതിലേക്ക് എടുക്കാം. മലയാള മനോരമയോ മാതൃഭൂമിയോ ആ പ്രോഗ്രാം സ്പോൺസർ ചെയ്യും. ഒന്നുകിൽ മലയാള മനോരമയോ അല്ലെങ്കിൽ മാതൃഭൂമിയോ ആ പ്രോഗ്രാം സ്പോൺസർ ചെയ്യും. Either Malayalam Manorama or Mathrubhumi will sponsor that program. Will sponsor the program. ഇപ്പൊ ഒരു വാക്യം കേട്ടപ്പോ നിങ്ങളത് ഇൻസ്റ്റന്റ് ആയിട്ട് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ അടുത്ത ഒരു എക്സാമ്പിൾ വേറെ രീതിയിലുള്ളതാണ്. അതെങ്ങനെ ചേർക്കുമെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. നോക്കാം. അവൾ ജേർണലിസമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യമോ ഗ്രാജുവേഷന് വേണ്ടി തിരഞ്ഞെടുക്കും. അവൾ ജേർണലിസമോ ഇംഗ്ലീഷ് സാഹിത്യമോ She will select journalism or English for her research. For her. She will select or choose. Either അറിയില്ല. Journalism or English literature. She will choose either journalism or English literature for her graduation. അല്ലേ? നോക്കാം. അടുത്തൊരു മലയാള വാക്യം പറയണം, നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഡോക്ടർ അവളെ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ പരിശോധിക്കും. ഡോക്ടർ അവളെ ബുധനാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ പരിശോധിക്കും. Doctor will consult her either പരിശോധിക്കുക, examine her. The doctor will examine her
either Ah. on Friday or either on Wednesday or Friday. Friday. കണ്ടോ? വേഗത്തിൽ പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഉറക്കുന്നത്. ആലോചിക്കണം, എന്നിട്ട് വേണം പറയാൻ. നോക്കാം. അടുത്തത് സ്റ്റാഫിനെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയോ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യും. അതായത് ഞായറാഴ്ച സ്റ്റാഫ്സിനെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയോ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യും. We will accommodate the students അക്കോമഡേറ്റ് either the staff or either the staff or on the students students on Sunday. അല്ലേ? അവളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഒരു സാരിയോ ഒരു വാച്ചോ സമ്മാനിക്കും അല്ലെങ്കിൽ വാങ്ങും. I will present either a saree or a watch or watch for നോക്കാം. for her wedding anniversary. On her wedding anniversary, I will present or I will buy either a saree or a watch on her wedding anniversary. ഇവിടെ വാച്ച് എന്ന വേർഡ് നമ്മൾ ഉപയോഗിച്ചു, സാരി എന്ന വേർഡ് ഉപയോഗിച്ചു. അത് നിങ്ങൾ വെറുതെ പറയരുത്. അതിന് മുന്നിൽ എന്തെങ്കിലും ഒരു ഡിറ്റർമിനർ ഉണ്ടായിരിക്കണം. ഒന്നുകിൽ എ അല്ലെങ്കിൽ ആൻ. ഓക്കെ. ജംഗ്ഷനിലോ അല്ലെങ്കിൽ വളവിലോ ആക്സിഡന്റ് സംഭവിക്കും. ജംഗ്ഷനിലോ അല്ലെങ്കിൽ വളവിലോ ആക്സിഡന്റ് സംഭവിക്കും. The accident will prone either accident will occur അല്ലെങ്കിൽ take place or happen എന്ത് വേണമെങ്കിലും പറയാം. Accident take place either in a curve or in curves എന്ന് പറഞ്ഞാൽ മതി. വളവുകൾ in curves or in junctions. either in curves or in junctions. അപ്പോ ഇപ്പൊ നമ്മള് either or ഉപയോഗിച്ചത് രണ്ട് ഓബ്ജക്ട്സിനെ തമ്മിൽ ചേർക്കാനാണ്. മലയാളത്തിലെ ആ സെന്റൻസ് നോക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. നോക്കാം. കുട്ടികൾ ലേസിയോ ഡള്ളോ ആണ്. മൂന്നാമത്തെ ആ സ്ട്രക്ചർ ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെ പറയും? വിദ്യാർത്ഥികൾ മടിയന്മാരോ അല്ലെങ്കിൽ വിരസരോ ആണ്. Students are either lazy or dull. നിങ്ങൾ വിഡ്ഢിയോ അല്ലെങ്കിൽ അജ്ഞതയുള്ളവനോ ആണ്. You are either foolish nor ignorant. Or ignorant. IGNORANT. അങ്ങനൊരു വേർഡ് കേട്ടിട്ടില്ലേ? ഇഗ്നറന്റ്. അജ്ഞതയുള്ള അല്ലെങ്കിൽ അറിവില്ലാത്ത എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇഗ്നറന്റ്. നിങ്ങളുടെ സുഹൃത്ത് ആത്മാർത്ഥതയില്ലാത്തവനോ അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ലാത്തവനോ ആണ്. നിങ്ങളുടെ സുഹൃത്ത് ആത്മാർത്ഥതയില്ലാത്തവനോ അല്ലെങ്കിൽ അവൻ ഇറസ്പോൺസിബിൾ ആണ് അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ലാത്തവനോ ആണ്. ആ വാക്യം എങ്ങനെ പറയും? your friend is Your friend is either irresponsible or sincere. insincere. Sincere എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ്
സിൻസിയർ ആത്മാർത്ഥതയുള്ള, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻസിൻസിയർ. നിങ്ങളോട് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ടായിരുന്നു. പറഞ്ഞു. അതായത് ഈ പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശദമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഞാനത്. ഒരു വേർഡിന്റെ ഫ്രണ്ടില് അതെ, ശരി. ഒരു മിനിറ്റ്. അപ്പോ പ്രിഫിക്സും സഫിക്സും എന്താണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രിഫിക്സ് തന്നെ നൗൺ പ്രിഫിക്സസ് ഉണ്ട്. ഇപ്പൊ അല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം അത് വ്യക്തമാക്കാം, അതാണ് നല്ലത്. അപ്പൊ എയ്തർ ഓർ ഉപയോഗിച്ചുള്ള വാക്യരൂപീകരണമാണ് ഇപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ പ്രസന്റ് ദിസ് ലെസൺ ഇൻ പേയേഴ്സ്. നിങ്ങൾ ശരിക്കും പറഞ്ഞ 2 ആളുകൾ ചേർന്നിട്ട് ആ ഒരു ചോദ്യം ഉണ്ടാക്കുക, അടുത്ത ആള് അതിന് ആൻസർ പറയാം. അത് ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൂടാതെ റൈറ്റ് 10 എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഓഫ് ദ യൂസേജ്. ഈ യൂസേജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ 10 എക്സാമ്പിൾ ഉണ്ടാക്കണം. അതൊരു ടാസ്ക് ആണ്. സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ പറയാൻ കഴിയും. അപ്പോ എയ്തർ ഓർ അതിന്റെ പ്രയോഗമാണ്. എയ്തർ ഓർ എന്ന പ്രയോഗം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള യൂസേജ് ആണ്. സാധാരണ പോസിറ്റീവ് സെന്റൻസുകളിലാണ് അത് ഉപയോഗിക്കാറ്. എന്നാൽ ഇതേ രീതിയിൽ നെഗറ്റീവ് സെൻസിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമുണ്ട്, നെയ്തർ നോ അല്ലെങ്കിൽ നീതർ നോ. നെയ്തർ എന്നും അതിന് ഉച്ചാരണമുണ്ട്, നീതർ എന്നും ഉച്ചാരണമുണ്ട്. നീതർ നോർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതും അല്ല അതും അല്ല, രണ്ടുമല്ല എന്നാണ് അതിന്റെ അർത്ഥം. നെയ്തർ നോർ. നമ്മളിപ്പോ എയ്തർ ഓർ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞ ആദ്യ വാക്യം തന്നെ നമുക്ക് നെയ്തർ നോർ ഉപയോഗിച്ച് പറയുമ്പോൾ എങ്ങനെയായി മാറും പറയാം. ഞാൻ മലയാളത്തിൽ നിങ്ങളോട് പറയാതെ ആദ്യം പറഞ്ഞ വാക്യം, പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഉടനെ പാകിസ്ഥാൻ സന്ദർശിക്കില്ല. Neither the Prime Minister nor the Home Minister will not visit. അതാണ് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്. ഉപയോഗിക്കുന്ന വാക്യങ്ങളിൽ നോട്ട് ഓഫ് നെഗേഷൻ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നെയ്തർ നോർ എന്ന് പറഞ്ഞാൽ ഇല്ല, രണ്ടുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. നോട്ട് വേണ്ട. എന്തോ നോട്ട് വേണ്ടല്ലോ. നോട്ട് വേണ്ട, നോട്ട് ചേർക്കാൻ പാടില്ല. കാരണം നെയ്തർ നോർ എന്ന് പറഞ്ഞാൽ നോട്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഉടനെ പാകിസ്ഥാൻ സന്ദർശിക്കില്ല എന്ന് നമ്മൾ ആ വാക്യം എങ്ങനെ പറയും? Neither the Prime Minister nor the Home Minister will visit Pakistan soon. Yes, neither the Prime Minister nor the Home Minister will visit Pakistan soon. Will not visit എന്ന് പറയരുത്, because the expression neither nor is negative in sense. അതിന്റെ അർത്ഥം നെഗറ്റീവ് ആയതുകൊണ്ട് you need not use not in such sentences. ഇവിടെയും വാക്യത്തിന്റെ ഘടന ശ്രദ്ധിക്കുക നിങ്ങൾ. ആദ്യം neither പ്ലസ് ഒരു noun, പിന്നെ nor, പിന്നെ nor പ്ലസ് നെക്സ്റ്റ് noun, verb പോസിറ്റീവ് ആയിരിക്കണം. will, ഇവിടെ നമ്മൾ വിൽ വിസിറ്റ് എന്ന വെർബാണ് നമ്മൾ ഉപയോഗിച്ചത്, പ്ലസ് ഓബ്ജക്റ്റ്. അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് പലപ്പോഴും എടുത്ത് നോക്കാൻ കഴിയും. നമ്മൾ ആദ്യം പറഞ്ഞ വാക്യങ്ങൾ തന്നെ നമുക്ക്
നെയ്തർ നോർ ഉപയോഗിച്ചിട്ട് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്ന് നോക്കാം. അത് തന്നെ നമുക്ക് നോക്കാം. അതിനുശേഷം മറ്റുള്ള എക്സാമ്പിൾസ് നിങ്ങളോട് ചോദിക്കാം. നോക്കാം. ഞങ്ങൾ ഡിസംബറിലോ ജനുവരിയിലോ പണം അയക്കില്ല. ഞങ്ങൾ ഡിസംബറിലും അയക്കില്ല, ജനുവരിയിലും അയക്കില്ല. We will send money either. neither ഞങ്ങൾ അയക്കില്ല. ഞങ്ങള് ഡിസംബറിലോ ജനുവരിയിലോ പണം അയക്കില്ല. we will send We will send We will Money. send money neither Neither in December nor in January. January. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നെയ്തർ നോർ ഉപയോഗിച്ചത് ഓബ്ജക്ട്സിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്. We will send money neither in December nor in January. പലപ്പോഴും പല ആളുകൾക്കും മാറിപ്പോണെന്നാണ്. സാറ് ആദ്യം ചേർത്ത പോലെ തന്നെ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. നെയ്തറും ഏതറും ചേർക്കണം മാത്രമല്ലേ മാറ്റുള്ളൂ സെന്റൻസിന്. നെയ്തറും നോറും മറ്റേതിൽ ഏതറും നോറും തമ്മിലുള്ള മാറ്റമല്ലേ ഉള്ളൂ, വേറെ മാറ്റമൊന്നും ഇല്ലല്ലോ. വേറെ മാറ്റം ഇല്ല എന്ന് പറഞ്ഞാൽ നെയ്തർ നോറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നെഗറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടോ? ഓക്കെ. എയ്തർ ഓർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഓക്കെ സർ. നെയ്തർ നോർ നെഗറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെയ്തർ നോർ ഉപയോഗിച്ച് നിങ്ങൾ എപ്പോ ഏത് വാക്യം പറയണ്ടോ അതില് നോട്ട്, ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, നത്തിങ്, നോ ഇങ്ങനെയുള്ള പദങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നിങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം. We will send money neither in December nor in January. ഇവിടെ we will send എന്നല്ലേ നമ്മൾ പറഞ്ഞത്. We will not send എന്ന് പലരും പറഞ്ഞേക്കാം. പക്ഷെ ആ വാക്യം അങ്ങനെ എഴുതിയാൽ തെറ്റാണ്. കാരണം നെയ്തർ നോർ ഉപയോഗിക്കുന്ന വാക്യം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഉണ്ടോ? അപ്പൊ നമ്മൾ അടുത്തായിട്ട് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അവൻ നല്ലവനോ ചീത്തയോ അല്ല. നല്ലവനോ അല്ല, ചീത്തയോ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, he is neither good nor bad. He is പോസിറ്റീവ് വെർബാണ് ഉപയോഗിച്ചത്. He is not ഉപയോഗിക്കരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വ്യത്യാസം. ക്ലാസ്സിലാണ് ഞാൻ. ഓക്കെ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കണം. അത് നിങ്ങൾ നെയ്തർ നോർ ഉപയോഗിച്ചിട്ട് വേഗത്തിൽ പറയാൻ നോക്കണം. LDF-ഓ UDF-ഓ LDF-നോ UDF-നോ മെജോറിറ്റി ലഭിക്കില്ല. neither LDF nor UDF will get the majority. the election. അപ്പൊ LDF-ഓ UDF-ഓ ഇലക്ഷനിൽ വിജയിക്കില്ല എന്നാണ് നമുക്ക് പറയുന്നത്. ഉണ്ടെങ്കിലോ neither the LDF nor the UDF will win the election. Will win the election. Will not win എന്ന് പറയരുത്. അത് നിങ്ങൾക്ക് മാറിപ്പോവാനും വളരെയധികം സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എന്നോട് പറയുന്നത്. ഇന്ത്യയോ പാകിസ്ഥാനോ ചാമ്പ്യൻഷിപ്പ് നേടില്ല, അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് ലഭിക്കില്ല. neither India Neither nor India Pakistan Neither India nor Pakistan will get the will get championship. അല്ലേ? അതുപോലെ ഇപ്പൊ സഫിയയോ അതുപോലെ സ്മിതയോ ക്യാപ്റ്റൻ ആവില്ല. neither Safia nor Smita will become captain. അടുത്ത വെർബ് എഴുതുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഞാൻ ഈ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുന്നത്. Neither Safia nor Smita will become the captain. അത് വേഗത്തിൽ ഇങ്ങനെ പറയലാണ്, ഫ്ലോ ആണ് നമുക്ക് ഇതിനാവശ്യം. മലയാള മനോരമയോ മാതൃഭൂമിയോ
ആ വാർത്ത പ്രസിദ്ധീകരിക്കില്ല. neither മലയാള മനോരമ nor മാതൃഭൂമി Neither മലയാള മനോരമ nor nor മാതൃഭൂമി will publish the news. publish that news. അല്ലേ? Neither മലയാള മനോരമ nor the മാതൃഭൂമി will publish that news. അതുപോലെ ഗ്രാജുവേഷന് അവൾ ഇംഗ്ലീഷ് സാഹിത്യമോ ജേർണലിസമോ തിരഞ്ഞെടുക്കില്ല. ട്രാൻസ്ലേറ്റ് ദിസ് സെന്റൻസ് as she She will neither select English nor ഉപയോഗിക്കണ്ടേ? She will choose or she will select neither neither journalism nor English literature literature graduation. for her graduation. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾസ് തന്നെ നിങ്ങളോട് പറയുന്നുള്ളൂ. അത് നെയ്തറിനോ ഉപയോഗിക്കുമ്പോ വെർബ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ പറയാം, വേഗം പറയണം. ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ഡോക്ടർ അവളെ പരിശോധിക്കില്ല. doctor will examine her neither Wednesday nor ഡോക്ടർ will examine her എന്ന് പറയണ്ടേ? examine her ഡോക്ടർ will examine her neither Saturday nor Friday. On Wednesday nor on Friday. Neither on Wednesday nor on Friday. അവളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ സാരിയോ വാട്സോ വാങ്ങില്ല. അവളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് സാരിയോ വാട്സോ ഞാൻ വാങ്ങില്ല. എങ്ങനെ പറയും? I will buy a watch. I will buy a watch or sari. Neither nor ഉപയോഗിക്കണ്ടേ? I will buy neither a watch nor a sari on her wedding anniversary. വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ ഏതാണെന്ന് നോക്കാം. ഇവിടെ വാച്ച് ആൻഡ് സാരിയാണ്. അവയെ തമ്മിലാണ് നമ്മൾ ഓബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അവയെ തമ്മിലാണ് നെയ്തർ നോർ. എയ്തർ നോർ പോലെ തന്നെ ഉണ്ടോ? അപ്പോ അവൻ വിഡ്ഢിയോ അല്ലെങ്കിൽ അജ്ഞനോ അല്ല. You are He is neither foolish nor ഞാൻ ചോദിച്ചത് an ignorant. He is neither a foolish nor an ignorant. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ? എയ്തറോർ എന്ന് പറഞ്ഞാൽ ഇതോ അല്ലെങ്കിൽ അതോ. അത് പോസിറ്റീവാണ്. ആ വാക്യം പോസിറ്റീവ് സെൻസിലുള്ളതാണ്. അതുപോലെ അതിന്റെ നെഗറ്റീവായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് നെയ്തർ നോർ. അതുമല്ല ഇതുമല്ല. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വാക്യം നെഗറ്റീവ് ആണ്. അതുകൊണ്ട് അതിൽ നോട്ട് ഞാൻ പറഞ്ഞ കുറച്ച് വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കരുത്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, നത്തിങ്, നോ. അപ്പൊ ഞാനൊരു വാക്യം നിങ്ങളോട് പറയാണ്. I seldom meet her. I seldom, SELDOM, seldom meet her. ആ വാക്യം നിങ്ങൾ നോക്കിയേ. അതിൽ നോർമ നോട്ടൊന്നും ഒന്നുമില്ല. ബട്ട് ആ സെന്റൻസ് നെഗറ്റീവ് ആണ്. ആ വാക്യത്തിന്റെ മീനിങ് ഇതാണ്. I seldom meet her. ഞാൻ അവളെ കാണാറേയില്ല. Or I hardly meet her. I scarcely meet her. ഈ വാക്യങ്ങളെല്ലാം നെഗറ്റീവ് സെൻസിലുള്ള വാക്യങ്ങളാണ്. ഞാൻ എന്റെ കൂടെ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ.
ഓക്കെ, അടുത്തതാണ് ഇതുപോലെ തന്നെ പെയറായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗം. ഇതെങ്ങനെ പറയാ സർ? ഐ സെൽഡം മീറ്റ് ഹർ എന്നുള്ളത് ഐ നെയ്തർ നോർ മീറ്റ്. ഐ മീറ്റ്. ഞാൻ പറഞ്ഞത് അതല്ല, ഞാൻ പറഞ്ഞത് ഒരു വാക്യം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യും. ഞാൻ നിങ്ങളോടൊരു വാക്യം പറയും. I don't want to go to Bangalore tomorrow. I don't want to go to Bangalore tomorrow. ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ അഫർമേറ്റീവ് സെന്റൻസ് എന്നാണ് പറയുന്നത്. ശരിക്കും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയാം. Oh, I don't want to go to Bangalore tomorrow. നാളെ പോകണ്ടെന്നാണ്. ഞാൻ നാളെ പോവാൻ ഞാൻ നാളെ ബാംഗ്ലൂർ പോവാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെ? ഇതെന്ത് സെന്റൻസ് ആണ്? നെഗറ്റീവ് സെന്റൻസ് ആണോ പോസിറ്റീവ് സെന്റൻസ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ്. കാരണം നിങ്ങൾ നെഗറ്റീവ് എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ ഒരു രൂപത്തിലുള്ളതുകൊണ്ടാണ്. അപ്പൊ ഒരു വാക്യം നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് അതിൽ നോട്ട് എന്നുള്ളതിന്റെ ഏതെങ്കിലും ഒരു ഫോം ഉണ്ടായിരിക്കും. പക്ഷെ നോട്ടിന്റെ ഫോം ഇല്ലാതെ തന്നെ നമുക്ക് നെഗറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരു സെന്റൻസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഐ സെൽഡം മീറ്റ് ഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവളെ കാണാറേ ഇല്ല. അവിടെ ഇല്ല എന്ന നോട്ട് എന്നുള്ളൊരു പ്രയോഗം ആ വാക്യത്തിൽ ഇല്ല എങ്കിലും ആ വാക്യം നെഗറ്റീവ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ ഇതും നിങ്ങൾ 10 എക്സാമ്പിൾസ് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഇന്ററാക്ഷനിലൂടെ മാത്രമേ നമ്മളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. The weather is neither hot nor cold. എന്തോ? The weather is neither hot nor cold. The weather is neither hot nor cold. വെരി ഗുഡ്. അതുപോലത്തെ നല്ല എക്സാമ്പിൾ ആണ് നിങ്ങൾ പറയേണ്ടത്. പറയാമോ? മേഘ, കുറച്ച് നാളായി മേഘ എന്തെങ്കിലും എക്സാമ്പിൾ അത് പറഞ്ഞു. ഏതെങ്കിലും ഒരു പറയൂ. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾ ടെലിവിഷനോ മൊബൈലോ ഉപയോഗിക്കാറില്ല. ഞാൻ പറയണ ഒരു വാക്യം. ഞങ്ങൾ ടെലിവിഷനോ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിക്കാറില്ല. Either No. We are neither television. We use, അല്ലേ? അല്ലെങ്കിൽ we are using എന്ന് പറയാം. We use neither television nor mobile. ഇപ്പൊ അടുത്തൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാനാണ്. അഖില അമ്പലത്തിലോ പള്ളിയിലോ പോകാറില്ല. അഖില will go. പോകാറില്ല. അഖില goes. അഖില ഉപയോഗിക്കുന്നത്. അഖില goes Neither temple. ഇതുപോലത്തെ കൊച്ചു വാക്യങ്ങൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യാം. അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട നിയമങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്നത്. നെയ്തർ നോട്ട് ഉപയോഗിക്കുമ്പോൾ വെർബ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം.
ഓക്കെ സാർ ഞാനൊരു എക്സാമ്പിൾ പറയാം, ശരിയാണെന്ന് പറയാമോ? ഓക്കെ, അതാണ് വേണ്ടത്, പറയൂ. Neither Sharanya nor Smita will win the match. എക്സാമ്പിൾ ശരിയാണ്. ശരണ്യയോ സ്മിതയോ ആ മാത്സിൽ വിൻ ചെയ്യില്ല അല്ലേ? വേറെ ഒരെണ്ണം പറഞ്ഞ പറയൂ. ഈസ് നെയ്തർ എ സിംഗർ നോർ എ സ്പീക്കർ. അതെ, ശരിയാണോ? ശരിയാണ്. അവനൊരു പാട്ടുകാരനോ അല്ലെങ്കിൽ ഒരു പ്രഭാഷകനോ അല്ല. നിങ്ങളിപ്പോ പറഞ്ഞ വാക്യങ്ങളെല്ലാം നെഗറ്റീവ് സെന്റൻസ് ആണ്. അവിടെ നിങ്ങൾ നോട്ടുന്ന സംഭവം തന്നെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലുള്ള ചെറിയ സെന്റൻസുകൾ നിങ്ങൾ സ്വയം കൺസ്ട്രക്ട് ചെയ്യണം. Sir, I speak neither Kannada nor Tamil. ശരി, എക്സാക്ട് സെന്റൻസ് ആണ്. ഐ സ്പീക്ക് നെയ്തർ കന്നഡ നോർ തമിഴ്. ഞാൻ കന്നഡയോ തമിഴോ സംസാരിക്കാറില്ല അല്ലെങ്കിൽ സംസാരിക്കില്ല. അപ്പൊ നിങ്ങളിങ്ങനെ വാക്യങ്ങൾ പറയുമ്പോ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. നിങ്ങൾ പഠിച്ച ടെൻസ് ഇല്ലേ, ആ ടെൻസ് കൂടി നിങ്ങളുടെ ഓർമ്മയിൽ വരണം. ഇപ്പൊ ജൂണി പറഞ്ഞൊരു എക്സാമ്പിൾ പറയാം. ഞാൻ കന്നഡയോ തമിഴോ സംസാരിക്കില്ല അല്ലെങ്കിൽ സംസാരിക്കാറില്ല. അതൊരു ശീലത്തെ കാണിക്കുന്ന ഒന്നാണ് അല്ലെ? സംസാരിക്കാറില്ല, സംസാരിക്കാറുണ്ട് എന്നുള്ളത് ഒരു ശീലമാണ്. അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ് ആണ് സംസാരിക്കാറില്ല. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. ജൂണി പറഞ്ഞത് ശരിയാണ്. ഐ സ്പീക്ക് എന്താ? ഐ സ്പീക്ക് നെയ്തർ കന്നഡ നോർ തമിഴ്. ടെൻസ് കൂടി നിങ്ങൾ ഓർക്കണം, അത് പ്രധാനപ്പെട്ട ഒന്നാണ്. ടെൻസ് ആണ് വ്യക്തമായി നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം അത് പഠിച്ചു എന്നറിയാൻ ഇതിനിടയ്ക്ക് ഞാൻ വെറുതെ നിങ്ങളോട് ചോദിക്കുന്നതാണ്. പ്രധാനമന്ത്രി കാശിക്ക് പോയിട്ടുണ്ട്. ഈ വാക്യം നമ്മൾ പെട്ടെന്ന് എങ്ങനെ പറയും? പോയിട്ടുണ്ട്, ഉണ്ട് എന്ന് അർത്ഥം കിട്ടാൻ നിങ്ങൾ ആ ഒരു സെൻസിലാണ് മനസ്സിലാക്കേണ്ടത്. ഉണ്ട് എന്നർത്ഥം കിട്ടാൻ ഹാസ് ഓർ ഹാവ് എന്ന് ഉപയോഗിക്കുക. The Prime Minister has Visited. The Prime Minister has gone. The Prime Minister has gone to Kashi. നോക്കാം, ആ വാക്യം ഏത് ടെൻസിലാണെന്നും കൂടി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അതുപോലെയുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയല്ലോ അത് അല്ലേ? സ്മിത വർക്കലയ്ക്ക് പോയിട്ടില്ല. പോയിട്ടുണ്ട്, അതുപോലെ പോയിട്ടില്ല. എങ്ങനെ പറയും? Smita hasn't gone to work. സ്മിത ഹാസിൻഡ് അല്ലേ? പോയിട്ടില്ല. ഹാസിൻഡ് ഗോൺ ടു വർക്കല. അപ്പൊ അതാണ്, അത് ടെൻസ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. നമുക്കൊരു ടെൻസ് റിവിഷൻ വീണ്ടും പിന്നീടുള്ള ക്ലാസ്സുകളിൽ ചെയ്യാം. അപ്പോഴേ നമുക്ക് ഓർമ്മ വരുള്ളൂ കുറെ കൂടി. നെക്സ്റ്റ് അടുത്ത ഒരു പ്രയോഗമാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഈ പറഞ്ഞ 3 പ്രയോഗങ്ങളും ഏതാണ്ട് ഒരേ സെൻസ് ആണെങ്കിലും അവയുടെ അർത്ഥത്തിൽ വരുന്ന വ്യത്യാസമാണ് മനസ്സിലാക്കുന്നത്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അതായത് ഇത് മാത്രമല്ല അതും കൂടി എന്നാണ് അതിന്റെ അർത്ഥം. ഇത് മാത്രമല്ല അതും കൂടി. ഞാൻ മലയാള വാക്യം വന്നിട്ട് നമുക്ക് അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും പറയാം, അപ്പോഴാണ് നമുക്ക് വ്യക്തമാവുള്ളൂ. അവൻ അവിടെ മാത്രമല്ല ഇവിടെയും ജോലി ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണം, അവൻ അവിടെ മാത്രമല്ല ഇവിടെയും കൂടി അവൻ ജോലി ചെയ്യുന്നുണ്ട്. ഈ വാക്യം നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോ എങ്ങനെ പറയും? He was not only there, but also here. അല്ലെങ്കിൽ he works not only here but
ദർ ഓർ ആസ് വെൽ എന്ന് നമുക്ക് ഉപയോഗിക്കാം. അത് വേറൊരു പ്രയോഗമാണ്. വേണ്ട, നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ അവൻ ഇവിടെ മാത്രമല്ല അവിടെയും ജോലി ചെയ്യുന്നുണ്ട്. So he works not only here but also there. അതുപോലെ തന്നെ അവൻ അവിടെ മാത്രമല്ല ടൗണിൽ മറ്റൊരു കമ്പനിയിലും ജോലി ചെയ്യുന്നു. അവൻ ഇവിടെ മാത്രമല്ല ടൗണിൽ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് He was was not only not there, only but here, also but also in in other other companies. not only here But also but but also also in another company in the town. But also in another company in the town. ആദ്യം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു, പിന്നെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞിരിക്കുക. അപ്പൊ എന്റെ ഇവിടെ നോക്കാം, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിക്കുന്ന സെന്റൻസിന്റെ ഒരു സ്ട്രക്ചർ. ആദ്യം സബ്ജക്ട്, പിന്നെ വെർബ്, അത് മിക്കവാറും പ്രസന്റ് ടെൻസ് ആയിരിക്കും. അതിനുശേഷം നോട്ട് ഓൺലി പ്ലസ് ഓബ്ജക്ട്സ്. ഒരു ഓബ്ജക്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബട്ട് ഓൾസോ എന്ന് ഉപയോഗിക്കുക. പ്ലസ് ഓബ്ജക്ട്സ്. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ അത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ പറയണം. എന്റെ കൂട്ടുകാരൻ ഒരു നർത്തകൻ മാത്രമല്ല, ഒരു ഗായകനും കൂടിയാണ്. my friend is not not only only a dancer dancer but also singer. Yes, my friend is not only a dancer but also a singer. അല്ലോ, ഇപ്പൊ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോ അല്ല, നോട്ട് ഓൺലി ബട്ട് ഓൾസോ നമ്മൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നോക്കാം, ഇനി പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും? മലയാള വാക്യമാണ് പറയണത്, നിങ്ങൾക്ക് സ്വയം പറയാൻ കഴിയുന്നത്. അവൻ ആഗ്ര മാത്രമല്ല ഡൽഹിയും സന്ദർശിച്ചു. 2 സ്ഥലവും സന്ദർശിച്ചു. he visited not He visited not only Agra but also Delhi. Delhi. ഇവിടെ വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. He visited not only Agra but also Delhi. അപ്പോ എന്റെ കൂട്ടുകാരൻ മുൻപ് ഒരു നർത്തകൻ മാത്രമായിരുന്നില്ല, ഒരു ഗായകനും കൂടിയായിരുന്നു. My friend was not only a dancer Not but only a also dancer But also singer. but also singer. a singer. നേരത്തെ before എന്ന വാക്ക് അവസാനം ചേർക്കാം. My friend was not only a dancer but also a singer before. പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ വേറെ മാറ്റമൊന്നുമില്ല. മലയാളത്തിൽ ആ സെന്റൻസിന്റെ അർത്ഥ വ്യത്യാസം വരും എന്ന് പറയുന്നുള്ളൂ. ഇനി അടുത്തത് അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. അവൾ ഒരു കാർ മാത്രമല്ല, ഒരു കമ്പ്യൂട്ടറും കൊണ്ടുവരും. അവള് വരുമ്പോ കാറ് മാത്രമല്ല കമ്പ്യൂട്ടറും കൊണ്ടുവരുമോ? നമ്മള് മലയാള സ്ലാങ്ങിൽ എങ്ങനെയാണ് പറയണത്? അത് ഇംഗ്ലീഷിൽ നിങ്ങൾ എങ്ങനെ പെട്ടെന്ന് പറയും? She will brought. She will brought എന്ന് എനിക്ക് പറയരുത്. She will bring. She will bring not only a car but also a computer. computer. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിച്ചത്. will അല്ലെ? അവൾ ഒരു ഗായിക മാത്രമല്ല, ഒരു നർത്തകിയും ആണ്, നർത്തകിയുമായിരിക്കും, നർത്തകിയുമാവും. he will not be dancer. തുക ആയിത്തീരുക എന്ന അർത്ഥത്തിൽ നമ്മൾ അവൾ അങ്ങനെ ആയി മാറും. She will become a teacher. She will become a pilot. She will become a cook. ആയിത്തീരും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഈ വാക്യം എങ്ങനെ പറയും? She will become not only a singer but also a dancer.
ഇതുമായി ബന്ധപ്പെട്ട എക്സർസൈസ് ആണ് നിങ്ങളോട് ഞാൻ അടുത്തത് പറയുന്നത്. ഞാൻ 2 വാക്യങ്ങൾ നിങ്ങളോട് പറയും. അതിന് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വാക്യമായിട്ട് ഇപ്പൊ പറഞ്ഞ വാക്യങ്ങൾ പോലെ പറയണം. ശ്രദ്ധിക്കുക, വാക്യങ്ങൾ ഇതാണ്. നോക്കാം. My father gets salary. My father gets salary. He gets gifts too. അല്ലെങ്കിൽ he also gets gifts, GIFTS, gifts. ഇപ്പൊ my father gets salary, എന്റെ അച്ഛന് ശമ്പളം ലഭിക്കാറുണ്ട്. He also gets gifts, അദ്ദേഹത്തിന് ഗിഫ്റ്റ്സും ലഭിക്കാറുണ്ട്. My father not Gets not only salary but also gifts. But also gifts. Gifts. Now, നമ്മള് at the beginning of our class, I remember to have told you the structure of a sentence is subject plus verb plus object. Subject എഴുതിയാൽ നിങ്ങൾ ഉടനെ verb എഴുതിയിരിക്കണം. നോക്കാം, അടുത്തൊരു വാക്യം പറയട്ടെ. മലയാളത്തിലാണ് വാക്യം ഇനി പറയണം കേട്ടോ. അവൻ മാങ്ങ വിൽക്കാറുണ്ട്. അവൻ ഓറഞ്ചും വിൽക്കാറുണ്ട്. മലയാളത്തിലെ 2 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഞാൻ ഈ പറഞ്ഞ 2 വാക്യം നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി പറയുമ്പോഴും ഇങ്ങനെയാണ്. He sells mangoes. He sells oranges also. അല്ലെങ്കിൽ he sells oranges too. TOO. ടു എന്ന് പറഞ്ഞാൽ അതും കൂടി എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഈ വാക്യം നിങ്ങൾ എങ്ങനെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ച് എന്ത് ഉപയോഗിച്ചാലും വെർബ് ഉപയോഗിച്ച് പറ്റും. അതിനുശേഷം നോട്ട് ഓൺലി നെയ്തറിനോ ഉപയോഗങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. Not only mangoes but also oranges. Oranges. നോക്കാം, അടുത്തൊരു മലയാളത്തിലെ 2 വാക്യം എന്ന് പറയണത്. അതിന് ആ 2 വാക്യങ്ങളെ നിങ്ങൾ ചെറിയ സെന്റൻസുകളായിട്ട് ആദ്യം പറയണം. എന്നിട്ട് അതാണ് നിങ്ങൾ ആ 2 വാക്യങ്ങളെ നിങ്ങൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ചുകൊണ്ട് പറയണം. നോക്കാം, ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ആക്ടേഴ്സ്, അഭിനേതാക്കളാണ് അല്ലെങ്കിൽ ആക്ടേഴ്സ് ആണ്. അവർ അത്ലറ്റ്സും കൂടിയാണ്. Our students are not only actors but also. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ ആദ്യം തന്നെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയാം. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ആക്ടേഴ്സ് ആണ് ഒരു വാക്യം. Our students are actors. Our students were. അത്ലറ്റ്സും കൂടിയാണ്. Our students were not only actors. Our students are actors. They are athletes too. അവർ അത്ലറ്റ്സും കൂടിയാണ്. അങ്ങനെ 2 വാക്യങ്ങൾ ഉണ്ടാകാം. അത് നിങ്ങൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ച് ഒന്ന് കൂട്ടിച്ചേർത്തേ. Our students are Not only actors but also athletes. അല്ലേ? ഇപ്പൊ മഹാത്മാഗാന്ധി ഒരു നേതാവായിരുന്നു. അദ്ദേഹം ഒരു സെയിന്റും കൂടിയായിരുന്നു. Mahatma Gandhi was not only a leader but also ഞാൻ പറഞ്ഞ മലയാള വാക്യങ്ങൾ നിങ്ങൾ ആദ്യം ഇംഗ്ലീഷിൽ പറയാം. മഹാത്മാഗാന്ധി was a leader.
He was Mahatma Gandhi was not only a leader but also a saint. yes, he was Mahatma Gandhi was not only a leader but also a saint. No. കള്ളന്മാർ പണം കട്ടുകൊണ്ടുപോയി, കൂടാതെ അവർ സ്വർണവും കട്ടുകൊണ്ടുപോയി. ഈ രണ്ട് വാക്യങ്ങൾ വേഗം 2 സെന്റൻസ് ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണം. എന്നിട്ട് വേണം നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിക്കാൻ. കള്ളന്മാർ പണം കട്ടുകൊണ്ടുപോയി. കട്ടുകൊണ്ടുപോകാൻ സ്റ്റീൽ എന്നുള്ളതിന്റെ സ്റ്റോൾ. The thieves Stole the money. They stole they also stole They also stole the ornaments. അല്ലെങ്കിൽ they stole gold too. എങ്ങനെ വേണമെങ്കിലും പറയാം. സ്വർണവും അവർ അപഹരിച്ചു. The അത് thieves ഇംഗ്ലീഷിൽ പറയാം. stole നോട്ട് ഓൺലി ബട്ട് ഓൾസോ പറയാം. thieves stole not only but also gold. Thieves stole not only money but also gold. No. നോക്കാം, കോൺട്രാക്ടേഴ്സ് ഒഫീഷ്യൽസിനെ ചതിച്ചു. അവര് തൊഴിലാളികളെയും ചതിച്ചു. ഞാൻ മലയാളത്തിലാണ് ഈ പറയുന്നത്. നിങ്ങൾ പെട്ടെന്ന് ആ 2 സെന്റൻസ് ആയിട്ട് ഇംഗ്ലീഷിൽ മാറ്റി പറയും. ശ്രദ്ധിക്കാം. കോൺട്രാക്ടേഴ്സ് ഒഫീഷ്യൽസിനെ, ഉദ്യോഗസ്ഥരെ ചതിച്ചു. So the contractors cheated the officials. The contractors cheated the officials. They 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 also also cheated employers. the employees. the workers. അല്ലേ? അവര് പണിക്കാരെയും അല്ലെങ്കിൽ വേലക്കാരെയും ചതിച്ചു. Then combine these 2 sentences by using not only but also as soon as possible. The contractors cheated not only the officials but also cheated the workers. Yes, very good. The contractors cheated not only the officials but also the workers. No. അടുത്ത ഇതുപോലത്തെ 2 വാക്യം പറയാണ്. ഇതാണ് നമ്മുടെ പ്രാക്ടീസ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഇന്ത്യ റബ്ബർ ഇറക്കുമതി ചെയ്യും, കൂടാതെ സ്പൈസസ് സുഗന്ധദ്രവ്യങ്ങളും ഇറക്കുമതി ചെയ്യും. വാക്യം കേട്ടല്ല? India imported not only the spices. ചെയ്യും. സഫിയ, വാക്യം കേൾക്കാം. Sorry. ഇന്ത്യ റബ്ബർ ഇറക്കുമതി ചെയ്യും. Will ഏത് ടെൻസ് import. ഉപയോഗിക്കും? India Will import not only the spices but also the ഞാൻ പറഞ്ഞ 2 വാക്യങ്ങളാണ് നിങ്ങൾ ആദ്യം, ചെറിയ സെന്റൻസ് ആണ് ആദ്യം പറയേണ്ടത്. ഇന്ത്യ will import rubber. India will import import rubber. Rubber. spices. India will India will import Also import the spices. spices. ഈ വാക്യം നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പറയണം. India will Import not only rubber but also not spices. only rubber but also spices. അല്ലേ? ഞങ്ങൾ ഹിന്ദുക്കളെ മാത്രമല്ല മറ്റുള്ളവരെയും റെസ്പെക്ട് ചെയ്യും. നമ്മൾ എങ്ങനെ പറയും? We will respect him. We will respect only We will respect not That- only we will not only Hindus but also മറ്റുള്ളവരെയും but also the others. followers of other. No. അപ്പോ ഇതാണ് ഈ 3 പ്രയോഗങ്ങൾ. അത് നിങ്ങൾ ഇതിന് എക്സർസൈസ് ചെയ്യണം. ഇതിന് 10 എക്സാമ്പിൾസ്. 10 എക്സാമ്പിൾ അല്ല, നിങ്ങൾ സാധാരണ നമ്മള് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നെയ്തർ നോർ, എയ്തർ ഓർ വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം. അപ്പൊ ഞാൻ മലയാളത്തില് വാക്യങ്ങൾ ചോദിച്ചപ്പോ നിങ്ങളത് സ്പീഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു.
നെക്സ്റ്റ് സിൻസ് എന്ന് പറഞ്ഞൊരു വാക്ക്, അതിന്റെ ഉപയോഗം നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളോട് പറയണത് അതിന്റെ വ്യത്യസ്തമായ ഒരു ഉപയോഗത്തെ കുറിച്ച്. സിൻസ് എന്ന് പറഞ്ഞ വാക്കിന് ആയതിനാൽ എന്നൊരു അർത്ഥമുണ്ട്. മലയാളം പറയാൻ ഒരു മലയാള എക്സാമ്പിൾ പറയാം, എന്നിട്ട് നമുക്ക് അതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റും എന്ന് മനസ്സിലാകാം. എനിക്ക് അസുഖമായതിനാൽ ഞാൻ നാളെ ക്ലാസ്സിൽ വരില്ല. ആയതിനാൽ, എനിക്ക് അസുഖമായതിനാൽ. ആയതിനാൽ എന്ന ആ ഭാഗം ഏതാണോ അവിടെ ആ ഭാഗത്താണ് നിങ്ങൾ സിൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ സിൻസ് എന്ന് ഉപയോഗിക്കുക. Since I am sick. Since I am sick. I am sick. I am. Since subject plus verb plus object ആയിട്ട് ഉപയോഗിക്കുന്ന adjective എന്തെങ്കിലും ആയിരിക്കും. Since I was sick, I cannot attend the class. I cannot come for class tomorrow. അല്ലെങ്കിൽ I won't be able to come to class tomorrow. അപ്പൊ സിൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ആയതിനാൽ എന്ന ആ അർത്ഥം വരുന്ന ഭാഗം ഏതാണോ അവിടെ നമ്മൾ സിൻസ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ഒരു എക്സാമ്പിൾ പറയാം. അവൻ പാവപ്പെട്ടവനായതിനാൽ അവന്റെ പഠനം അവന് തുടരാൻ കഴിയില്ല. Since he was poor, he can't. അവൻ പാവപ്പെട്ടവനായതിനാൽ പ്രസന്റ് ടെൻസ് Since he is poor. He is poor. He is poor. Poor, he finished the study. അതെ, സിൻസ് he is poor, he cannot continue his studies. Study. അല്ലേ? അവിടെ ഞാൻ പറഞ്ഞ വാക്യം നോക്കിയേ. എനിക്ക് അസുഖം ആയതിനാൽ, പ്രസന്റിലുള്ള അവസ്ഥയാണ് പറയണത്, ഞാൻ നാളെ ക്ലാസ്സിൽ വരില്ല. സിൻസ് ഐ ആം സിക്ക്, ഐ കനോട്ട് കം ഫോർ ക്ലാസ് ടുമോറോ. പക്ഷെ ഈ വാക്യം ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കണം, എനിക്ക് സുഖമില്ലാത്തതിനാൽ ഇന്നലെ എനിക്ക് ക്ലാസ്സിൽ വരാൻ കഴിഞ്ഞില്ല. Since I was Since I was I sick. couldn't. Since I was I sick was sick, I could not Couldn't. Did not attend. ഉപയോഗിക്കാം. കാരണം ഇവിടെ study. ആദ്യത്തെ സിൻസ് ഉപയോഗിച്ച ക്ലോസിൽ നിങ്ങൾ വാസ് എന്ന പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. അപ്പൊ അടുത്ത ക്ലോസിൽ എന്തായിരിക്കണം? പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കണം. അപ്പൊ ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് ആയ കുഡ് ഉപയോഗിക്കണം. ഐ കുഡ് നോട്ട് കം ഫോർ ദ ക്ലാസ് യെസ്റ്റർഡേ. അപ്പൊ കുഡ് നോട്ട് എന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ വാസ് ഏബിൾ ടു, വാസ് നോട്ട് ഏബിൾ ടു എന്ന പ്രയോഗം കൂടി ഉപയോഗിക്കാം. ഐ വാസ് നോട്ട് ഏബിൾ ടു കം ഫോർ ദ ക്ലാസ് യെസ്റ്റർഡേ. ബി ഏബിൾ ടു എന്നൊരു പ്രയോഗം ഉണ്ട്. നോക്കാം, ഇനി പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുടെ സിൻസ്. ഞാൻ മലയാളത്തിൽ വാക്യം ചോദിക്കാൻ നിങ്ങൾ എന്തായാലും പറയും. അവൾ പത്രങ്ങൾ വായിക്കുന്നതിനാൽ അവൾക്ക് നന്നായി ഉത്തരം പറയാൻ കഴിയും. അവൾ പത്രങ്ങൾ വായിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട്, അല്ലെങ്കിൽ ആയതിനാൽ. അങ്ങനെ പറയും. സിൻസ് reads, since she reads. ഉണ്ടോ? ഷീ സിംഗുലർ ആണ്, അപ്പൊ റീഡ്സ് എന്ന് ഉപയോഗിക്കുക. അത് അവരുടെ ശീലമാണ്. അതുകൊണ്ട് പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. Since she reads the newspapers. അടുത്ത പറയണം, അവൾക്ക് നന്നായി ഉത്തരം പറയാൻ കഴിയും. She can answer the questions. Since she reads the newspaper, she can answer well. അപ്പൊ
ഈ വാക്യം തന്നെ ഞാൻ മലയാളത്തിൽ വീണ്ടും അത് നെഗറ്റീവായിട്ട് നിങ്ങളോട് ചോദിക്കണം. അവൾ പത്രങ്ങൾ വായിക്കാത്തതിനാൽ അവൾക്ക് നന്നായി ഉത്തരം പറയാൻ കഴിയില്ല. അവള് പത്രം വായിക്കാറില്ല, അതുകൊണ്ട് അവൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പൊ നെഗറ്റീവാക്കി പറയണം, സിൻസ് ഷീ doesn't she read since she does not read newspapers, she cannot answer she cannot answer well. No. അപ്പൊ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ തന്നെ പറയാം. ഒരു ഈ വാക്യം തന്നെ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ പറയുന്നു, മലയാളം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാതെ. അവൾ പത്രങ്ങൾ വായിച്ചതിനാൽ, പത്രങ്ങൾ വായിച്ചതിനാൽ അവൾക്ക് നന്നായി ഉത്തരം പറയാനും കഴിഞ്ഞു. നമ്മളെങ്ങനെ അവള് പത്രങ്ങൾ വായിച്ചതിനാൽ, അവൾ വായിച്ചു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസ് ആണ്. Since she read the newspapers, she could answer well. Could എന്ന പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. സാർ ഒന്നും കൂടെ പറയുന്ന എഴുതിയെടുക്കാനായിരുന്നു. ഇതോ, since she read, R-E-A-D, read. Since she read the newspapers, comma, read എന്നത് പാസ്റ്റ് ടെൻസ് അല്ലേ? അടുത്ത പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ക്യാന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? Would. Since she read the newspapers, she could answer well. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അവൾ പത്രങ്ങൾ വായിക്കാത്തതിനാൽ അവൾക്ക് നന്നായി ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. നെഗറ്റീവായിട്ട് പറയണമെന്ന് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർക്കണം. അതായത് ഒരു വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിൽ ഡിഡ് എന്നായിരിക്കും വിളിച്ചിരിക്കണം. അപ്പൊ നെഗറ്റീവ് ആകാൻ ഡിഡ് എന്ന് ഉപയോഗിക്കണം. അവൾ പത്രങ്ങൾ വായിക്കാത്തതിനാൽ, she didn't read the newspapers, she couldn't answer well. She couldn't answer well. Since she didn't read the newspapers, she couldn't answer well. No. ഇപ്പൊ എന്റെ അച്ഛൻ ഹാപ്പി ആയിരുന്നത് കൊണ്ട് എനിക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് കിട്ടി. പറഞ്ഞേ സിൻസ് ഉപയോഗിച്ചു. എന്റെ അച്ഛൻ ഹാപ്പി ആയിരുന്നതുകൊണ്ട് എനിക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് കിട്ടി. Since my father was happy, I got a gift. I got a gift From him. ഇന്നലെ from him എന്ന് പറയണ്ട, Yesterday. I got a gift yesterday. അല്ലേ? പിന്നെ ഞാൻ മടിയനായതുകൊണ്ട് എനിക്ക് എന്റെ ചാൻസ് നഷ്ടപ്പെട്ടു. Since I was lazy, Since I was lazy, I lost the opportunity. Since I was lazy, I lost my chance. അത് വേഗം പറയാനാണ് ശരിക്കും നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സംഭവം. അവൾ എന്നെ സഹായിച്ചത് കൊണ്ട് എനിക്കൊരു വീട് വാങ്ങാൻ കഴിഞ്ഞു. നമ്മൾ സാധാരണ പറയുന്ന വാക്യമാണ്. അവൾ എന്നെ സഹായിച്ചത് കൊണ്ട് എനിക്കൊരു വീട് വാങ്ങാൻ കഴിഞ്ഞു. Since she helped me, I could buy a house. Or I was able to buy a house. No. അപ്പൊ
അപ്പൊ സിൻസ് ഉപയോഗിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ഉപയോഗമാണ്, അതും കൂടി വളരെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഇഫ് ഉപയോഗിച്ചത് നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്കിൽ. അതിന്റെ നെഗറ്റീവായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, അൺലെസ്. ഇഫ് ഉപയോഗിക്കുമ്പോ വാക്യം പോസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഇഫ് സഫിയ ലേൺസ് ഷീ വിൽ സ്പീക്ക് ഇംഗ്ലീഷ്, ആ വാക്യം നെഗറ്റീവ് ആണ്. ഇഫ് സഫിയ ലേൺസ് വെൽ ഷീ വിൽ സ്പീക്ക് ഇംഗ്ലീഷ്. സഫിയ നന്നായി പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെ? അത് പോസിറ്റീവ് ആയിട്ടുള്ള വാക്യമാണ്. നമ്മൾ അടുത്തായിട്ട് പറയണത് ഇതിന്റെ ഇഫിന്റെ നെഗറ്റീവ് ഉപയോഗിക്കുന്ന അൺലെസ് എന്ന പ്രയോഗത്തെ കുറിച്ചാണ്. UNLESS. അൺലെസ് എന്ന് പറഞ്ഞാൽ അല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇല്ല എങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ എന്നോ ഇല്ലെങ്കിൽ എന്നോ നമുക്ക് മലയാളത്തിൽ അതിനർത്ഥം പറയാം. നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കഠിനമായി അധ്വാനിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ പാസ്സാവില്ല. സോറി, പരീക്ഷയിൽ നിങ്ങൾ തോറ്റുപോകും. നമ്മൾ പറഞ്ഞ എവിടെയാണോ ആ ഭാഗത്താണ് ആദ്യം തന്നെ നിങ്ങൾ അൺലെസ് ചേർക്കാം. Unless you work hard, you work hard, you will fail in the exam. അൺലെസ് അൺലെസ് എന്ന വാക്യവും നെഗറ്റീവ് ആണ്. നമ്മൾ നെയ്തർ നോർ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു ഘടനയാണ് ഇതിൻ്റെത്. ഇതിലെ നോട്ടൊന്നും ഉപയോഗിക്കരുത്. ഏത് അൺലെസ് ഉപയോഗിക്കുന്ന ആ ഭാഗത്ത്. അപ്പോ അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. നിങ്ങൾ കഠിനമായി അധ്വാനിച്ചില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ തോക്കും. അതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾ അൺലെസ് ആദ്യം എഴുതാം. സബ്ജക്ട് പ്ലസ് പ്രസന്റ് ടെൻസ് വെർബാണ് ഉപയോഗിക്കുന്നത്, പ്ലസ് ഓബ്ജക്ട്, കോമ. അതിനുശേഷം സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ ഓർ ക്യാൻ എന്നത് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെ ആ ഭാഗത്ത് നമുക്ക് നോട്ടൊന്ന് ഉപയോഗിക്കാവുന്നതാണ്. പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്ട്. പറഞ്ഞു സാർ, എഴുതിയെടുക്കട്ടെ സാർ. സ്ട്രക്ചർ ആണോ? ആ, സ്ട്രക്ചർ. അൺലെസ് പ്ലസ് സബ്ജക്ട് പ്ലസ് പ്രസന്റ് ടെൻസ്. അത് വ്യക്തമായിട്ട് എഴുതണം. പ്രസന്റ് ടെൻസ് തന്നെ ആയിരിക്കണം. പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്, അത് വേറെ പറയാം. പ്രസന്റ് ടെൻസ് പ്ലസ് ഓബ്ജക്ട്സ്. അതൊരു കോമ ഇടണം. അതിനുശേഷം അടുത്ത ക്ലോസ്, അതായത് അടുത്ത ക്ലോസ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ ഓർ ക്യാൻ പ്ലസ് വെർബ് V1. വെർബിന്റെ ആദ്യത്തെ ഫോം ആയിരിക്കണം. പ്ലസ് ഓബ്ജക്ട്സ്. അപ്പൊ അല്ല എങ്കിൽ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഭാഗം ഏതാണോ ആ ഭാഗത്താണ് നമ്മൾ അൺലെസ് എന്ന് ചേർക്കേണ്ടത്. അപ്പൊ ഞാൻ നിങ്ങളോട് മലയാളത്തിൽ ഒന്ന് ചോദിക്കാം. നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം വരില്ല. നിങ്ങൾ എന്നെ സഹായിച്ചില്ലേ ഞാൻ നിങ്ങളൊപ്പം വരില്ല. Unless you help me, I will not come with you. ഞാനിപ്പോ ഒരു സെന്റൻസ് മലയാളത്തിൽ പറഞ്ഞു, നിങ്ങളത് ഉടനെ ഞാനത് ഇംഗ്ലീഷിലും പറഞ്ഞു.
എന്നുപോലെ നിങ്ങൾ ഇത് ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നോക്കാം, നിങ്ങൾ ഉറച്ച നിലപാടെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പണം കിട്ടില്ല. അതായത് നിലപാടെടുക്കുക എന്നൊന്നും പറയണ്ട, നിങ്ങൾ ഉറച്ചു നിന്നില്ല എങ്കിൽ അതിന് നിങ്ങൾ FIR എന്ന് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ഫേം അല്ല എങ്കിൽ നിങ്ങൾക്ക് ആ പണം കിട്ടില്ല കേട്ടോ. unless you form Unless you are firm. Unless you are firm. അടുത്ത ക്ലോസിൽ നമുക്ക് നോട്ട് ഉപയോഗിക്കാം. അൺലെസ് ഉപയോഗിക്കുന്ന ക്ലോസിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൂ. Unless you are firm, you will not get that money. You will not get that money. ആ പണം കിട്ടില്ല എന്നാണ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ that money. You will not get that money. അല്ലേ? നോക്കാം. അപ്പൊ അടുത്ത ഒരു വാക്യം പറയണം. UN ഇടപെട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇടപെടുന്നില്ലെങ്കിൽ താലിബാൻ യുദ്ധം ആരംഭിക്കും. UN ഞാൻ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയ ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. UN ഇടപെട്ടില്ലെങ്കിൽ താലിബാൻ സമരം അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കും. ഇടപെട്ടില്ലെങ്കിൽ എന്നുള്ള വേർഡ് എന്തോ മലയാളത്തിലെ വേർഡ് ഇടപെടുക ഇന്റർവീൻ എന്നൊരു വേർഡാണ്. INTERVENE. അല്ലെ, നിങ്ങൾക്ക് മലയാള വേർഡ്സ് അറിഞ്ഞ മലയാളത്തില് ഇംഗ്ലീഷില് സമാനമായ പദങ്ങൾ എന്നോട് ചോദിക്കാം. UN ഇടപെടുന്നില്ലെങ്കിൽ താലിബാൻ യുദ്ധം ആരംഭിക്കും. ആദ്യം അൺലെസ് എന്ന് എഴുതാം. എന്ത് ചെയ്തില്ലെങ്കിൽ unless the UN intervenes. പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. Unless the UN intervenes, Taliban will begin a war, അല്ലെങ്കിൽ will wage a war. യുദ്ധത്തിന് പുറപ്പെടുക എന്നുള്ളതിന് ഇംഗ്ലീഷിലെ ശൈലി wage a war എന്നാണ്. WAGE, wage a war. No. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ റെഗുലർ അല്ല എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവാൻ കഴിയില്ല. നിങ്ങൾ ക്ലാസ്സിൽ റെഗുലർ അല്ല എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവാൻ കഴിയില്ല. സാധാരണ നമ്മൾ പറയുന്ന കാര്യമാണ്. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത് ശരിയാ. Unless you are regular for the class, you cannot pass the exam. So, unless ഉപയോഗിച്ചിട്ട് ഒരു വാക്യം പറയാമോ മേഘ? സ്മിത? ഇല്ല എങ്കിൽ എന്ന അർത്ഥം കിട്ടണം. സ്മിത വന്നില്ല എങ്കിൽ ഞങ്ങൾ പോകും. നമ്മളെങ്ങനെ പറയും? Unless പറയരുത്. Unless Smita comes, we will go. ഞങ്ങൾ പോകും. എന്താ?
ഷിനു കടയിൽ പോയില്ലെങ്കിൽ സഹോദരൻ പോകും. അങ്ങനെ പറയും. Unless Shinu will not. No. Unless ഒരിക്കലും നോട്ട് Unless- ഉപയോഗിക്കും. Unless Present she went to tense. the Unless goes to the shop, her her brother will. will go. Go. That's- അപ്പോ ഇതാണ് എത്ര പ്രയോഗങ്ങളാണ് നമ്മൾ 4 പ്രയോഗങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോ ശരി സാർ, ഇത് ശരിയാണെന്നൊന്ന് പറയൂ. Unless you do well, ആ, you will fail the play. you will Fail the play. fail in the play എന്നാണ് പറയേണ്ടത്. നിങ്ങൾ ആ കളിയിൽ തോൽക്കും അല്ലേ? Yes. Yes. അത് ശരിയാണ്, ശരിയായ ഉത്തരമാണ്. അത് ശരിയായ ഒരു ഇതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അൺലെസ് ഉപയോഗിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതിൽ നോട്ടൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്. പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. അൺലെസ് യു ഗോ, അൺലെസ് യു സ്ലീപ്. നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ തല ചുറ്റി വീഴും. Unless you sleep, അല്ലെങ്കിൽ soon. ഇപ്പൊ അശ്വതി വന്നില്ല എങ്കിൽ ഞാൻ ക്ലാസ് എടുക്കും. എങ്ങനെ പറയും? എങ്കിൽ ഞാൻ ക്ലാസ് എടുക്കും. Unless Unless Ashwati comes, I will take the class. Okay, it is time for us to wind up our class for today. We will meet in the next class. Thank you. Thank you so much, sir. Thank you so much. Okay, give it up.